കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാത്ഭുത കഥകളും ഭഗവാനുമായി ബന്ധപ്പെട്ട വളരെ ബന്ധമുള്ള സന്യാസി വര്യന്മാരും അതുപോലെ ഉള്ള ആൾക്കാരെയും ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുക എന്നതും സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഉത്തമ മാർഗനിർദ്ദേശവും കൂടിയാണ് ശരിക്ക് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയ. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് രാജേന്ദ്ര സ്വാമികളാണ്. അദ്ദേഹം സിദ്ധ വിദ്യാർത്ഥിയാണ്. ഹെഡ് ഓഫീസിലെ കുട്ടികളെ വളർത്തും. കുട്ടി പിന്നെ ഇങ്ങോട്ട് ആക്ച്വലി സമാജസ്ഥനായിട്ട് ഓപ്റ്റ് ചെയ്ത് വരും. ഇതാണ് അവിടുത്തെ സംവിധാനം. ഞങ്ങൾക്ക് ഇവിടെ ഇത് എല്ലാ സമയവും അപേക്ഷിക്കാം, സൗകര്യം പോലെ ചെയ്തോണം എന്നുള്ള രീതിയിലാണ് സ്വാമി ആ 30 നിയമത്തിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ വസ്ത്രത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഒന്നുമില്ല. പ്രാർത്ഥനാ സമയത്ത് വസ്ത്രം ഒക്കെ അത് ആഹാര സമയത്തും അതായത് ഞങ്ങൾക്ക് പൊതുവെ പറഞ്ഞിട്ടുള്ളത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കണമെന്നാണ്. സാമൂഹിക ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒരു മുണ്ട് ഉടുക്കുകയും ഒരു മുണ്ട് പുതയ്ക്കുകയും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആശ്രമത്തിനകത്തുള്ളവരും വെളിയിൽ വരുമ്പം ഇതുപോലെ തന്നെയാണ് വരുന്നത്. അകത്ത് അവർക്ക് ജപഹാളിൽ ജപസമയത്തും ആഹാരം കഴിക്കുന്ന സമയത്തും ഈശ്വരാംശമായി തന്നെ ഇരുന്ന് കഴിക്കണമെന്നാണ്. അതുകൊണ്ടാണ് നഗ്നത വെച്ചിട്ടുള്ളത്. നഗ്നത പവിത്രമായിട്ടാണ്, അല്ലാതെ ഒരു തെറ്റായിട്ടല്ല. പിന്നെ നമ്മൾ ഒരു സാധനം കയ്യിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു സാധനം എൻ്റെ ഇരിക്കുകയാണ്. എന്താണ് ക്യൂരിയോസിറ്റി? ജനറൽ ക്യൂരിയോസിറ്റി ഹ്യൂമൻ ടെൻഡൻസിയാണ്. ഓപ്പൺ ആക്കിയാൽ എന്നും ഇത് തന്നെ ആകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അതിലൊരു പ്രാധാന്യം കാണുകയില്ല. പിന്നെ ഒരു ജനറ്റിക്കൽ അർജ്, ഫിസിയോളജിക്കൽ അർജ് പോലെ തോന്നുന്ന സമയത്താണ് ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നത്. അതിൻ്റേതായ റെഗുലേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രസവിക്കാൻ ശേഷിയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. എത്ര കുട്ടികളായേനെ അവർ മറ്റേ പിന്നെ മോഡേൺ ഒരു പരിപാടികളുമില്ല. അവർക്ക് അതിന് സമയമില്ല, സൗകര്യമില്ല. നമ്മൾ ഈ ഒളിച്ചു വെച്ചേക്കുന്നതുകൊണ്ടാണ് കൂടുതൽ താല്പര്യങ്ങൾ. എല്ലാവരും കാണുകയല്ലേ, മനസ്സിലായി. കാരണം ഒരാളിനെ മാത്രമല്ലല്ലോ. ആ ആശ്രമത്തിൻ്റെ സംവിധാനം അതാണ്. നമ്മൾ പറഞ്ഞു വന്നത് സിദ്ധവിദ്യയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്വാമി ഒരു പുതിയ സംവിധാനം പോലെ എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഭാരതത്തിൽ രാമായണം നമ്മൾ വായിച്ചുകൊണ്ട് വരുമ്പോൾ പല സ്ഥലങ്ങളിലും സിദ്ധാശ്രമത്തിൽ ഇവർ താമസിച്ചായിട്ട് പറയുന്നുണ്ട്. സിദ്ധാശ്രമം പൊക്കു എന്ന് പറയുന്നു. പൊക്കു എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് താമസിച്ചുകൊണ്ടാണ്. ഈ സിദ്ധാശ്രമം അവിടുത്തെ സംവിധാനം എന്താണെന്ന് നമുക്ക് അന്ന് അതിൽ എഴുതി വെച്ചിട്ടില്ല, അറിഞ്ഞുകൂടാ. സിദ്ധാശ്രമത്തിൻ്റെ രീതി പരമഹംസരാണല്ലോ, അതിൻ്റേതായ യോഗ്യതയിലേ സ്ഥാപനം ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ പുത്രധാര അർത്ഥാദിശവും നിസ്നേഹത്വം ചെയ്ത് ജീവിക്കണമെന്ന് പറയുമ്പം അത് എങ്ങനെയെന്നും കൂടെ ഒരു സംവിധാനം വേണ്ടേ, എന്നാലേ വെക്കുകയുള്ളൂ. എനിക്കോ
താങ്കൾക്ക് ഇങ്ങനെ ഒരെണ്ണം മാറിയെന്ന് ആലോചിക്കാൻ പറ്റുമോ? പറ്റൂല. സാധിക്കില്ല. പറ്റൂല. നമ്മൾ സോഷ്യൽ ബന്ധമുള്ളതാണ്. അതെ. ജീവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് വരണമെങ്കിൽ എൻവയോൺമെൻറ്റ് അതിനനുസരിച്ച് വരണം. എന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മളെ എക്സ്പീരിയൻസിലും നമ്മളെ സോഷ്യോളജിക്കൽ ഔട്ട്ലുക്കിലുമാണ് കമ്പാരിസൺ. അത് പോരാ. കുറച്ചുകൂടെ ഡെപ്തിൽ നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ഈ ഭാരതീയ ദർശനങ്ങൾ മുഴുവനും അദ്വൈത സിദ്ധാന്തം തന്നെയാണ്. അതിനെക്കുറിച്ച് ആർക്കും യാതൊരു ആക്ഷേപവുമില്ല. പിന്നെ വടവൃക്ഷം പോലെ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഭാരതീയ ദർശനങ്ങളിൽ അമ്പലത്തിലും പോകാം, അമ്പലമില്ലാതെ ആകാം, ചാർവാകനും ആകാം, കണാദനും ആകാം, നിരീശ്വരവാദിയാകാം, അവിടെ ചെന്ന് സല്യൂട്ടടിച്ച് തൊഴുതിട്ട് പോകുന്നവനും ആവാം. രാമകൃഷ്ണ പരമഹംസർ ധ്യാനിച്ച പോലെ ദേവിയെ പൂജിക്കുകയും ചെയ്യാം. ഒരു പൂവെടുത്ത് അദ്ദേഹം കാളി മാതാവിന് അർപ്പിച്ചാൽ അത് ഈ പൂ മാത്രമല്ല വീഴുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സോടുകൂടി സറണ്ടർ ചെയ്യാണ് 4 മണിക്കൂർ. ഈ മനുഷ്യൻ ഭാവസമാധിയിലാണ്. അതേപോലെയുള്ള ഭക്തിയും ഭാരതത്തിൽ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നാരദ ഭക്തി സൂത്രം പറയുന്നു, പിന്നെ യോഗ സസ്യ ചിത്തവൃത്തി നിരോധ. യോഗ ചിത്തത്തിൻ്റെ വൃത്തികളെ നിരോധിക്കുന്നതാണ് യോഗം. ഭക്തി സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിയിൽ അഭിലീയതേ. സ്വന്തം സ്വരൂപത്തിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി. സ്വന്തം സ്വരൂപം എന്ന് പറഞ്ഞാൽ ജീവനാണ്. ജീവനെ അനുസന്ധാനം ചെയ്യുക. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് അവരവരുടെ സംസ്കാരം അനുസരിച്ച് ഏതും സ്വീകരിക്കാം. അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് വെളിയിൽ നിന്നും പുതിയൊരു കമ്മ്യൂണിറ്റി വന്നപ്പോൾ നമ്മൾ സന്തോഷപൂർവ്വം വരണം, ഇരിക്കണം, കസേരകരം മേശകരം എന്ന് പറഞ്ഞ് കൊടുത്തത്. ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഇവിടെ വന്നത് അതുകൊണ്ടാണ്, നമ്മൾ കൊടുത്തുകൊണ്ടാണ്. ഇവിടെ ദാനം മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിഥി ദേവോ ഭവ. അവരുടെ രാജ്യത്ത് ഒരു ഹിന്ദു പോയാൽ സ്വീകരിക്കത്തുമില്ല, ഒന്നും തരികയില്ല. അപ്പം ഭാരതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം ഇവിടെ ഉള്ളവർ. ആ ഒരു കാഴ്ചപ്പാടാണുള്ളത്. അത് സനാതന ധർമ്മത്തിൻ്റെ പ്രത്യേകത അതാണ്. സത്യം. ഒരിക്കലും നശിക്കാത്ത ധർമ്മം എന്നാണ് സനാതനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അദ്വൈതമാണ്. എല്ലാ സംവിധാനമാണെങ്കിലും ശങ്കരാചാര്യർ വന്ന അദ്വൈതം പുനഃസ്ഥാപിച്ചിട്ട് പോയ ആളാണ്. ഉണ്ടായിരുന്നതാണ്, മറഞ്ഞു കിടന്നതിനെ പുനഃസ്ഥാപിച്ചിട്ട് പോയുള്ളൂ. ക്ഷേത്രം വന്ന അങ്ങനെ ഇതിന് പറ്റിയില്ലെങ്കിൽ അതിലെങ്കിലും പറ്റുമെങ്കിൽ ഇങ്ങോട്ട് പോവാ. ആ ഒരു രീതിയിലാണ് ഈ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പുസ്വാമി എന്നൊക്കെ പറയുന്നതൊക്കെ അതിനകത്ത് നിന്ന് ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റാതെ പോകേണ്ടി വരുന്നതിനകത്തുള്ള വിഷമവും പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റാതെയും ഒക്കെ മറിഞ്ഞിട്ടുള്ള ആളുകളാണ്. നമുക്കൊരിക്കലും സ്വാമിയെ മറക്കാൻ ഒക്കത്തില്ല. അതെ, അദ്ദേഹം ശരിക്ക് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും അധ്വാനവും മൊത്തം ശരിക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും പബ്ലിക്കിന് വേണ്ടി ജീവിച്ച ആളാണ്. ഞാൻ കണ്ടിട്ടുള്ളത് തോർത്ത്, അതേ ഉള്ളൂ, ഒരു ചുട്ടി തോർത്ത്. ചില സമയത്ത് തോളിലിടാൻ വേറെ ഒരു ചെറിയ തോർത്ത് കൊടുക്കാം. അത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു മുണ്ട്, വെള്ളമുണ്ട്, അത്രേ ഉള്ളൂ. കാഷായ വേഷം സ്വാമി ഉപയോഗിക്കാറില്ല. ആ ഒരു ഞാൻ എൻ്റെ അനുഭവം അതാണ് സ്വാമിയെ കുറിച്ചുള്ളതെന്ന് പറയുന്നത്. ഈ സിദ്ധാശ്രമത്തിൻ്റെ ഒരു രീതിയിൽ ഇന്ന് എല്ലാവരും യോഗാഭ്യാസം മറ്റ് സന്യാസ വഴികളിലൊക്കെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ ശരിക്ക് നവദോരങ്ങളെക്കുറിച്ച് ഒന്നും അറിയാതെ ഞാൻ പലപ്പോഴും അത് ഞാനത് പിന്നെ സംസാരിക്കാം. പിന്നെ നവദോരേ പുരേ ദേഹി എന്ന് പിന്നെ ഭഗവത്ഗീതയെ പറയുന്നുണ്ട്. പുരം എന്ന് പറഞ്ഞാൽ പട്ടണം എന്നർത്ഥം. ശരീരത്തിലെ പുരം എന്ന് പറയുന്നത് നമ്മളെ ശിരസാണ്, താഴോട്ടൊന്നും അല്ല. അപ്പോഴവിടെ നവദ്വാരങ്ങളിൽ 7 ദ്വാരവും അവിടെ ഒന്ന് സാധാരണ വ്യാഖ്യാനിച്ച് 2 താഴെ എന്ന് പറയും. നവദ്വാരം അല്ല. പിന്നെ കണ്ണിൻ്റെ 2 ദ്വാരം, ചെവിയുടെ 2 ദ്വാരം, മൂക്കിൻ്റെ 2 ദ്വാരം, വായുടെ 1 ദ്വാരം, 7 ഉള്ളിൽ കിടക്കുന്ന 2 ബാക്കിയുള്ള ബാക്കി 2 അവിടെ നിന്ന് ബ്രഹ്മരന്ധത്തിൽ കയറാനുള്ളത് വഴി. അതാണ് നവദ്വാരത്തിൽ നിന്നുള്ള വ്യാഖ്യാനം. അതാണ് കറക്റ്റ്. അതുപോലെ
സ്വാമി ഷഡാവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളപ്പോൾ 22ാമത്തെ അധ്യായത്തിൽ സിദ്ധവേദത്തിൽ പറയുന്നത് പിന്നെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മലദ്വാരത്തിൽ നിന്ന് തുടങ്ങുന്നതല്ല. ഇത് ബ്രഹ്മോത്യത്തിൽ നിന്ന് മേൽപോട്ടാണ് പോകുന്നത്. ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ വഴിയിൽ പോകുന്ന വഴിയിൽ ഒരു സൈക്കിൾ ഇടിക്കും. നിങ്ങൾ ശ്വാസം ഏങ്ങുമ്പോൾ ഇത് മേൽപോട്ടാണ് പോകുന്നത്. മൂലമായ സ്ഥാനത്താണ് ജീവൻ ചെന്ന് മനസ്സ് ചെന്ന് പോകേണ്ടതെങ്കിൽ നിങ്ങൾ താഴോട്ടല്ലേ ഏങ്ങേണ്ടത്, മേൽപോട്ടല്ലേ പകരം. നിങ്ങളത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് മൂലമായ ആധാരം, പ്രധാനമായ ഇരിപ്പിടം എന്നർത്ഥം. അല്ലാതെ മലദ്വാരം അല്ല, മൂലാധാരം ഇതല്ല, മൂലമായ ആധാരം. അങ്ങനെ ഇത് വ്യാഖ്യാനിക്കണം. അല്ലെങ്കിൽ സംസ്കൃതത്തിൽ മൂലം എന്ന് പറഞ്ഞാൽ മലദ്വാരം ഒന്നും ഒരിക്കലും വരില്ലല്ലോ. മൂലം എന്ന് പറഞ്ഞാൽ കിഴങ്ങെന്നാണ്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനം എന്നാണ്. അത് സത്യം പറഞ്ഞാൽ അത് ബ്രഹ്മത്യത്തിലാണ്. അവിടെ നിന്നാണ് സ്വ അധിഷ്ഠാനവും ആഹതവും വിശേഷാൽ ഉള്ള വിശുദ്ധിയും ആജ്ഞയും ചെന്ന് കയറുന്നത്. എല്ലാം ബ്രഹ്മത്യത്തിൽ നിന്നാണ് മേൽപോട്ട് പോകുന്നത്. ചെറിയ ചെറിയ ഭാഗമേ ഉള്ളൂ. ഈ ആയുർവേദത്തിൽ അക്ഷരാൽഖം തതോ വായോരഗ്നി പിന്നെ പൃഥ്വി എന്ന് പറഞ്ഞ് വരുന്നത്. അക്ഷരം എന്ന് പറഞ്ഞത് നമ്മൾ ABCD അല്ല, ക്ഷരരഹിതമായ വസ്തു, അതാണ് അക്ഷരം. അതിൽ നിന്നാണ് അക്ഷരാൽഖം ആകാശം ഉണ്ടായിരുന്നത്. ഖം എന്ന് പറഞ്ഞാൽ ആകാശം. അക്ഷരം, ആകാശം, വായു, അഗ്നി, വായു, പൃഥ്വി, അങ്ങനെയാണ് വരുന്നതെന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ പിന്നെ അഷ്ടാംഗ ഹൃദയത്തിലൊരു വാക്ക്, രാഗാദി രോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രസുതാനശേഷാൻ ഔത്സുക്യമോഹാരരിതാൻ ജഘാന യോ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ. ദേഹത്തിൻ്റെ സകല ഭാഗങ്ങളിലും വ്യാപരിച്ച് എപ്പോഴും വിട്ടുപിരിയാതെ രാഗം, ദ്വേഷം ഉള്ള വട്ടരാഗങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവയെ ആരാണോ ഉന്മൂലനാശനം ചെയ്യുന്നത് ആ അസാധാരണ വൈദ്യനെ കൊണ്ട് നമസ്കാരം ഒന്നാണ്. അത് സ്വാമി സിദ്ധവേദത്തിലുള്ള ആയുർവേദ ഗ്രന്ഥത്തിലുള്ള ആദ്യത്തെ ശ്ലോകം സിദ്ധവേദത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വാമിയുടെ വ്യാഖ്യാനമാണിത്. രാഗാദി രോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രസുതാനശേഷാൻ ഔത്സുക്യമോഹാരിതാൻ ജഘാന യോ അപൂർവ വൈദ്യായ നമുക്ക്. ഈ യോ കഴിഞ്ഞിട്ട് ഒരു യതി ഇട്ടിട്ടാണ് പൂർവ്വം എഴുതിയിട്ടുള്ളത്. അത് അപൂർവം എന്നാണ് വായിക്കേണ്ടത്. ഇത് അറിഞ്ഞുകൂടാതെ ആയുർവേദത്തിൻ്റെ ആളുകൾ പോലും യോ പൂർവ്വവൈദ്യ എന്ന് പറയും. പൂർവ്വവൈദ്യൻ അവർ ധന്വന്തരി എന്നാണ് പറയുന്നത്. അല്ല, യോ അപൂർവ. ഈ രാഗദ്വേഷാദികളെ ആരാണോ ഇല്ലാതാക്കുന്നത് അവർ അപൂർവ വൈദ്യന്മാരാണ്. അത് ആരായിരുന്നാലും മനസ്സിലായി. ആ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പം സിദ്ധവേദം ഡയറക്റ്റായിട്ട് ഒരു സാധകന് പിന്നെ ഉണ്ടാകുന്ന സംശയങ്ങൾ അയാൾ പറയുന്ന മറുപടി, അതിന് കിട്ടുന്ന മറുപടി. ഏകാദശ സ്കന്ധം എന്ന് പറയുന്നത് ഉദ്ധവർ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് ഭഗവാനോട് ചോദിക്കുന്നത്. ഭഗവാൻ വ്യാസഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നു. വ്യാസഭഗവാൻ അതിന് മറുപടി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കിടക്കുന്നതാണ്. രാമായണത്തിലും ലക്ഷ്മണോപദേശം കിടക്കുന്നു. ആദ്യം ഉമാമഹേശ്വര സംവാദം, രാമതത്വം വേണമെന്നാണ് പറയുന്നത്. അത് പിന്നെ ലക്ഷ്മണോപദേശം 2 ഉണ്ട്. കൈകേയിയെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും പിടിച്ചു നിർത്തി സൗമിത്ര കുമാര നീ കേൾക്കണം എന്ന് പറയുന്ന ആ ഭാഗവും, പഞ്ചവടിയിൽ ലക്ഷ്മണൻ വീണ്ടും ശ്രീരാമൻ്റെ അടുത്ത് നിന്നിരിക്കുമ്പോൾ ഈ ലക്ഷ്മണോപദേശൻ്റെ വാക്യം പറയുന്നുണ്ട്. താരയ്ക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്, സീത ഹനുമാൻ ഉപദേശം കൊടുക്കുന്നുണ്ട്, അഗസ്ത്യസ്തുതിയുണ്ട്. ഇതെല്ലാം യോഗശാസ്ത്രമാണ്. രാമായണത്തിലെ മൊഴിമുത്തുകളെന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ രാവണനും സീതയും ഇപ്പോൾ എൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ എല്ലാം കഥകളിലും ഉപകഥകളിലും കൂടിയാണ് ഭാരതത്തിലെ തിയറികൾ മുഴുക്കെ കിടക്കുന്നത്. ഇപ്പോഴും ജനം കഥകളിൽ തന്നെ കിടക്കുകയാണ്, കാര്യത്തിലോട്ട് വരുന്നില്ല. വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിലെ ഗ്രന്ഥങ്ങളുടെ രഹസ്യങ്ങൾ മുഴുവനും ജനങ്ങളിൽ വാരി വിതറണം.
അവർ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അനുഭൂതി അവർക്ക് ബോധ്യം വരണം. സത്യം. മറ്റ് ലോകത്തിലുള്ള പറഞ്ഞ എല്ലാ തത്വങ്ങളും ഇതിനകത്തുള്ളതേ ഉള്ളൂ എന്നൊരു ബോധ്യം വരണം. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. രാമകൃഷ്ണാശ്രമം കുറേ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത കാലത്തല്ല 1980 കാലഘട്ടങ്ങളിലെല്ലാം പിന്നെ കന്യാകുമാരിയിൽ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി എന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു, ആനന്ദ കുടീരം രാമേശ്വരത്ത്. സ്വാമി കുറച്ച് ബുക്ക് എഴുതിയിട്ടുണ്ട്. രാമായണ തത്വം, ഭാഗവത രഹസ്യം. ഈ രണ്ടിലും നമ്മൾ കഥയുടെ കാര്യം കുറച്ച് കാണും, പക്ഷേ സ്വാമി കാര്യങ്ങൾ ധാരാളം. അത് ഞാൻ പലർക്കും വാങ്ങി എൻ്റെ ശമ്പളത്തിൽ നിന്ന് കോൺട്രിബ്യൂഷൻ പോലെ കൊടുക്കാറുണ്ട്. ആരെങ്കിലും ചോദിക്കണം. ഏതാണ്ട് സാമ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത് ആചാര്യ രജനീഷ് എന്ന് പറയുന്ന ഓഷോ. പക്ഷേ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടാണ് പറയുന്നത്. പിന്നെ ഓഡിയൻസ് എന്തെങ്കിലും പിന്നെ വിടലത്തരം വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് അതിന് മറുപടി പറയും. അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ വളരെ മോശമാണെന്ന്. സൈക്കോളജി പ്രൊഫസറാണ്, ഹൈലി ക്വാളിഫൈഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഇടിമുഴക്കം പോലെയാണ് കിടക്കുന്നത്. ധർമ്മപാത എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, 12 വോളിയം. ബ്യൂട്ടിഫുൾ. അതായത് നമ്മൾ വായിക്കുന്ന ആളിനെ വലിച്ചെടുത്തുകൊണ്ട് പോകും, എന്നിട്ട് വേറെ ഒന്നിലോട്ടും കൊണ്ട് വിടല്ല, അവനവൻ്റെ ഉള്ളിലോട്ട് തന്നെ വലിച്ചു കയറ്റും, കൊണ്ട് കയറ്റും. ബ്രില്യൻ്റ് വർക്കാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇന്ത്യ മൈ ലവ് എന്നൊരു ബുക്ക് എഴുതി. എല്ലാം ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലൊക്കെ ഉണ്ട്. ഇന്ത്യ മൈ ലവ്, ഇന്ത്യ ഇൻ പ്രിയങ്കരി. അതിനകത്ത് ഭാരതത്തിലെ ഋഷീശ്വരന്മാരുടെ ഒരു 27-28 എക്സാമ്പിൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവരുമായിട്ടുള്ള ലിവിങ്. ഒരാളിൻ്റെത് ഞാൻ ആ ബുക്ക് 27 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. സാധാരണ ഒരു ബുക്ക് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നമുക്ക് മതിയാവും. ഇതങ്ങനെയല്ല. ആ ബുക്ക് വായിച്ചാൽ എപ്പോഴും ഒരു പുതിയ ആശയം കിട്ടും. ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഒരു 100-150 ബുക്കിന് 240 രൂപ വിലയാണ്. വാങ്ങി പിള്ളേർ കല്യാണത്തിന് ആരെങ്കിലും വിളിച്ചാൽ അവർക്ക് കൊടുക്കും. ആരെങ്കിലും പരിചയപ്പെടും, നമ്മൾ തമ്മിൽ പരിചയപ്പെടും. ഇനി അടുത്താണ് വരുമ്പോൾ ഓഷോയുടെ ഒരു ബുക്ക് കൊണ്ടുവരും. വലിയ സന്തോഷമായിട്ട് വായിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ധാരാളം കൊട്ടേഷനുണ്ട്. നമ്മൾ സ്പെൽ ബൗണ്ടായി പോകും. മനസ്സിലായി. ബ്യൂട്ടിഫുൾ ബുക്ക്. വീഡിയോ ഇന്ത്യ ഇൻ പ്രിയങ്കരി. അതിൻ്റെ ബുക്കുകളെല്ലാം കൊള്ളാം. സ്പെഷ്യലി നമുക്കടുത്ത് പറയാൻ പറ്റുന്നത് അതേപോലെ ഇന്നർ ഹാർമണി എന്നൊരു ബുക്കുണ്ട്. ബ്യൂട്ടിഫുൾ ബുക്കാണ്. മനസ്സിലായി. അതായത് സനാതന ധർമ്മത്തിൻ്റെ തത്വത്തിനകത്ത് കിടക്കുന്ന രഹസ്യങ്ങൾ മുഴുവനും വെളിയിൽ വാരി വിതറാൻ ഉതകിയിട്ടുണ്ട്. അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ട്. എഴുത്തച്ഛൻ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉള്ളത് പറവാനും ഇത് അറിവാനും ഉള്ളം നല്ല ഉണർവുള്ളവരെല്ലാവരും ജഗത്തിങ്കൽ എന്നാണ്. എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്. എനിക്ക് പറയാൻ അറിയാം, ഉൾക്കൊള്ളുന്ന ആരുണ്ട്? ആരുമില്ല. ഇവിടെ പ്രശ്നം ഇതാണ്. അതാണ് പ്രശ്നം. ഹരിനാമകീർത്തനം നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചാൽ അത് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ എന്നും വിളക്കിൻ്റെ മുമ്പ് ഇരുന്ന് വായിച്ച് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഒന്നായ നിന്നേഹ രണ്ടൊന്ന് കണ്ട അളവിൽ ഉണ്ടായവരിണ്ടൽ ബലമിണ്ടാവാതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാക എങ്കലിക നാരായണൻ. ഈശ്വരൻ ഒന്നാണ്. എനിക്ക് രണ്ടെന്ന് തോന്നിപ്പോയി, ഞാനൊന്ന് ഈശ്വരനെന്നും തോന്നിപ്പോയി. എനിക്കത് വെളിയിൽ പറയാൻ വയ്യ. പഴയ സ്വഭാവത്തോട്ട് എന്നെ ഒന്ന് കൊണ്ടുവരാൻ ഒരു ഗ്രേസ് തരണേ എന്നാണ്. ഇതാരും മനസ്സിലായി. വീണ്ടും അത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പറഞ്ഞു കൊടുക്കാൻ ആളില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുക്കാൻ ആളില്ല എന്നുള്ളതാണ്. അതാണ് സത്യം. ഈ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിരുന്ന പൊരുൾ താൻ എന്ന് ഉരയ്ക്കും അളവാനന്ദമെന്ന് ഹരി നാരായണൻ വന്നു. സൂര്യനും ചന്ദ്രനും എല്ലാം കാണാൻ നമുക്ക് എക്സ്റ്റേണലായി ഉണ്ട്. ഈ കണ്ണുകൊണ്ട് മാത്രം പോരാ, അകത്ത് മനസ്സുകൂടെ വേണം. മനസ്സ് മാത്രം പോരാ, അതിനകത്ത് ജീവൻ കൂടെ വേണം. അപ്പോൾ ജീവൻ, മനസ്സ്, ഈ കണ്ണ്, ആ ജീവനാണ് പരമപ്രധാനം എന്ന് മനസ്സിലാക്കണം. മുഴുക്ക അതിനകത്ത് മുഴുക്ക അതാണ് സത്യം. അതിൻ്റെ രഹസ്യം, എൻ്റെ തത്വരഹസ്യം അതാണ്. അങ്ങനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സംവിധാനം വേണം. ഹൈന്ദവർ ഏകീകരണത്തിന് വരണമെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ഹിന്ദുക്കൾ കൂടുതൽ ഓർഗനൈസ് ആവാനുള്ള കാരണമെന്ന് പറയുന്നത് ഡാരിയസ് മുതലുള്ള ആളുകളുടെ യുദ്ധത്തിൻ്റെ പോക്കൃത്തനത്തിൻ്റെ കെടുതികൾ മുഴുവൻ അവർ നേരിട്ട് അനുഭവിച്ചവരാണ്.
വിന്ധ്യന് ഇപ്പുറം ആന്ധ്ര, തമിഴ്നാട്, കേരളം, കർണാടക 4 സംസ്ഥാനങ്ങളിൽ യുദ്ധത്തിൻ്റെ കെടുതികളില്ല. അനുഭവിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു 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 റിഫോർമേഷൻ ഇല്ല. അതിന് പകരം ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അടുത്ത കാലത്താണല്ലോ നായർ ഈഴവും തമ്മിൽ കല്യാണം കഴിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. നായർക്ക് നായർ തന്നെ വേണം, മേനോന് മേനോൻ തന്നെ വേണം, നമ്പൂരി നമ്പൂരിയെ കെട്ടുള്ളൂ. ആ ഒരു സാമൂഹിക കൾച്ചറിൻ്റെ ഇടയിലാണ് രാഷ്ട്രീയക്കാർ മുതലാക്കുന്നത്. ഒരു ഏകീകരണത്തിന് ഇവിടെ ആളില്ല. ആ ഏകീകരണം വരണം. നമ്മൾ ജാതിയും മതവും ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കി ആളിന് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നേരെ ആവുകയുള്ളൂ. നമുക്ക് ആവുന്ന പോലെ ചെയ്യാനേ അത്രയേ ഉള്ളൂ. ആകുന്ന പോലെ ഇങ്ങനെപ്പോലുള്ളവർ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ എൻ്റെ ഒരു സംശയം, ഞാൻ പല പ്രാവശ്യം പലരിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ സിദ്ധ വിദ്യ അഭ്യസിക്കുന്നത് വിധിയാൻ വണ്ണം അല്ലെങ്കിൽ പലർക്ക് ദോഷം ചെയ്തതായി കണ്ടിട്ടുണ്ട്. ഇത് ബ്രാഹ്മണന്മാർ പറഞ്ഞു പരത്തുന്ന ഒരു സാധനമാണ് ഈ ഹഠയോഗം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു പ്രത്യേക ബ്രീത്തിങ് സംവിധാനം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് 4 സെക്കൻഡ് എടുത്ത് 4 സെക്കൻഡ് നിർത്തി 4 സെക്കൻഡ് കൊണ്ട് വിടുന്നു, 4 സെക്കൻഡ് 8 സെക്കൻഡ് നിർത്തി 4 സെക്കൻഡ് കൊണ്ട് വിടുന്നു, 8 സെക്കൻഡ് 16 സെക്കൻഡ് 32 സെക്കൻഡ് എന്ന് പറഞ്ഞ് നിർത്തുന്നു. പിന്നെ ബഹിർ കുംഭകം, അന്തർ കുംഭകം, കേവല കുംഭകം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്വാസത്തിനെ അമർത്തി പിടിച്ച് വെച്ച് ചെയ്യുന്നു. വെള്ളത്തിൻ്റെ അടിയിലൊക്കെ ഇരുന്നതൊക്കെ ചെയ്യുന്നു. അതാണ് ദോഷം ചെയ്യുന്നത്. ഈ സാധനം ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുള്ള അതേ രീതിയിലാണ് ഞങ്ങൾ സിദ്ധവിദ്യ എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. സമമായിട്ട് ഈരണം ചെയ്യാനാണ് ചെയ്യുന്നത്. അല്ലാതെ തലച്ചോറിലെ ഒരു നെർവും പൊട്ടത്തക്കാരുണ്ണം ഇവിടെ ഒന്നും പിടിച്ചു നിർത്തുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. സിദ്ധവേദത്തിൽ സ്വാമി കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രാണായാമമാണെന്ന് പറഞ്ഞ് വെളിയിൽ നിന്ന് വായുവിനെ പിടിച്ച് പിന്നെ ശിരസിൽ കൊണ്ട് നിർത്തി ബ്രഹ്മരന്ധ്രത്തിൽ ബലാക്കയറാണ് പിടിച്ചു നിർത്തി അബദ്ധം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വായുവിനെ അല്ല പിടിച്ച് വലിക്കാനുള്ളത്, ജീവൻ എങ്ങനെ പ്രാണനായിട്ട് ഈ 5 സ്ഥലത്തൂടെ പോകുന്നത്, കണ്ണിൽ കൂടെയും മൂക്കിൽ കൂടെയും ചെവിയിൽ കൂടെയും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനം ഈ അഭ്യാസം വഴി ഈ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ശ്വാസം കുറഞ്ഞും മറ്റത് അതിൻ്റെ കൂടെ ചേർന്ന് വളഞ്ഞിരിക്കുന്നത് ഏകഗതി ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര നാൾ പിടിച്ചാൽ നടക്കും. അത് തന്നെ എളുപ്പമായുള്ള വഴിയെന്ന് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എളുപ്പമായുള്ള വഴി എന്ന് പറഞ്ഞാൽ മറ്റൊടത്ത് ചുറ്റിക്കറങ്ങി നടക്കണ്ട എന്നുള്ള അർത്ഥമേ അതിനകത്തുള്ളൂ. എളുപ്പമായുള്ള വഴിയെ പോകുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ടെന്നൊക്കെ പറയുന്നത് മറ്റുള്ളതിനേക്കാളും എളുപ്പമാണ്. പക്ഷേ ഇത് നിസ്സാരമായിട്ടെങ്കിൽ സാധിക്കാൻ നോക്കില്ല. അങ്ങനെയാണെങ്കിൽ വിദ്യ വാങ്ങിച്ച 10,000 ആളുകൾ എപ്പോഴേ സിദ്ധന്മാരാവണം, ആവുന്നില്ലല്ലോ. ജന്മവാസനയും കൂടെ ഇതിനകത്ത് വേണം. അത് വേണം, അല്ലാതെ ഇത് ഒരിടത്തും എത്തില്ല. കർമ്മഫലം വേണം, എന്നാലേ ഒക്കെയുള്ളൂ. അപ്പോൾ ഈ സിദ്ധവിദ്യ എന്ന് പറയുന്നത് തങ്ങൾ ഇരിക്കുന്നതും അധോഗതിയായി പുറമേ പോയി നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെ അപ്രകാരം പുറമേ വിടാതെ തന്നെ ഉള്ളിൽ കൂടി മേലും കീഴും നടത്തി. ഇപ്പോഴും ആ സ്ഥലത്ത് ബ്രീത്തിങ് ആണ് അതിൻ്റെ ഒരു മീഡിയ. മേലും കീഴും നടത്തി മേലെ ഇരിക്കുന്ന ബ്രഹ്മരന്ധ്രം തട്ടി തുറന്ന് ജീവനെ അതിൽ അടക്കി ഇരുത്താൻ പഠിക്കുന്നതാണ് സിദ്ധവിദ്യ. ഞങ്ങളെല്ലാവരെയും പൊതുവെ അറിയപ്പെടുന്നത് സിദ്ധ വിദ്യാർത്ഥി എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വിദ്യക്ക് അർത്ഥി ഈസ് ക്വാളിഫൈഡ് ടു ഗെറ്റ് സിദ്ധവിദ്യ എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സിദ്ധനല്ല. എല്ലാരും പറയുന്ന ഒന്നാണ്, ഞാൻ സിദ്ധ വിദ്യാർത്ഥിയാണെന്നേ പറയാറുണ്ട്. എല്ലാവരും എല്ലാ ആൾക്കാരും എത്ര ആളുകൾ ഞാൻ സംസാരിച്ചിട്ടുള്ളവരോട് ഞാൻ സിദ്ധ വിദ്യാർത്ഥിയാണ് അങ്ങനെ എന്ന് പറയുമ്പോൾ അവരാരും പൂർത്തീകരിച്ചെന്ന് പറയുന്നില്ല, ഒരിക്കലും പറയില്ല. പൂർത്തീകരിച്ച ആള് ഗുരു മാത്രമേ ഉള്ളൂ. സിദ്ധ അതായത് വിദ്യയ്ക്ക് അർത്ഥിയാണ്. സിദ്ധവിദ്യ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, സപ്പോസ് എനിക്ക് കിട്ടിയെന്നിരിക്കട്ടെ, സിദ്ധവിദ്യ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സിദ്ധവിദ്യയിലാണെന്നേ പറയാൻ നോക്കുള്ളൂ, അർത്ഥി എന്ന് പറയാൻ നോക്കില്ല. പിന്നെ ഞാൻ അല്ലെങ്കിൽ യോഗിയെന്നോ ഹംസനെന്നോ പരമഹംസനെന്നോ പറയണം. അത് ഞാനല്ല പറയാനുള്ളത്.
താങ്കൾ ഒരു പരമഹംസനാണെങ്കിൽ പറയാം, എന്നെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് പറയാം. എന്നെ കാണുമ്പോൾ പറയും രാജേന്ദ്രൻ പരമഹംസൻ. അതെ, സ്വാമി ശിവാനന്ദ പരമഹംസർക്ക് ഈ പരമഹംസ പദവി ആര് കൊടുത്തെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. സംശയം വെച്ചാൽ ആരാണ് കൊടുത്തെന്ന് അറിയാൻ വേണ്ടിയിട്ട്. യാദൃശ്ചികമായിട്ട് ഈ അടുത്ത കാലത്ത് അറിഞ്ഞത്, ശൃംഗേരി മഠത്തിൽ പിന്നെ ഭാരതീ തീർത്ഥ എന്നൊരു സ്വാമി അവിടുത്തെ മഠത്തിൽ അധിപതിയായിട്ടുണ്ടായിരുന്നു. ശങ്കരാചാര്യരുടെ ആദ്യ ശങ്കരാചാര്യരുടെ പരമ്പരയിലുള്ള ആൾ. അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായി. നാളെ രാവിലെ അവിടെ വരും ഒരാൾ, നമ്മുടെ പ്രതിപുരുഷനായിട്ട് ഒരാൾ വരും. നമ്മുടെ കയ്യിലുള്ള ഇവിടെ വച്ചിരുന്ന കമണ്ടലും യോഗദണ്ഡും അദ്ദേഹത്തിന് കൊടുക്കണം. സ്വാമി അവിടെ ചെന്ന്, പിറ്റേ ദിവസം സ്വാമി അവിടെ ചെന്ന് നമ്മുടെ കമണ്ടലും യോഗദണ്ഡും തരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ സ്നേഹപൂർവ്വം പിടിച്ചിരുത്തി 5-6 മാസം ഒരുമിച്ച് താമസിച്ച് അദ്ദേഹമാണ് സ്വാമിക്ക് പരമഹംസ സ്ഥാനം കൊടുത്ത് എന്തോ ചില നിർദ്ദേശങ്ങളും കൊടുത്ത് വിട്ടു എന്നാണ് പറയുന്നത്. കമണ്ടലി ഒന്നും കൊടുത്തിട്ട് ആ കമണ്ടലി യോഗം ഇപ്പോഴും വടകരാശ്രമത്തിലുണ്ട്. ആദ്യ ശങ്കരാചാര്യരുടെ കമണ്ടലി യോഗത്തിൻ്റെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് ഈ പരമഹംസം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പരമഹംസന് മാത്രമേ വേറൊരാൾ അദ്ദേഹം പരമഹംസനാണോ എന്ന് ബോധ്യപ്പെട്ടിട്ട് പറയാൻ നോക്കുകയുള്ളൂ. അല്ലാതെ എനിക്ക് രാജേന്ദ്രൻ പരമഹംസൻ ചോദിച്ചാൽ അത് ഒരിടത്ത് എന്റെ മനസ്സാക്ഷി പറ്റി സമ്മതിക്കില്ല. ഒരു സിദ്ധവിദ്യാർത്ഥി ചെയ്യാൻ പാടില്ല. അവരങ്ങനെ ചെയ്യത്തില്ല. ചെയ്യാൻ പാടില്ല. സിദ്ധനാണ്, സിദ്ധി കൂടിയ ആളെന്ന് പോലും പറയാൻ പാടില്ല, ഒക്കില്ല. ഇല്ല, ഗുരുവിന്റെ രീതി അതായിരുന്നു. നിരന്തരം അപേക്ഷിച്ച് അഹങ്കാരം ഉള്ളിൽ ഒതുങ്ങിയെന്നിരിക്കട്ടെ. ഞാൻ ചെറിയൊരു ഒരു ഉദാഹരണം പറയാം. നമ്മൾ അഭ്യസിച്ചുകൊണ്ടിരുന്നു, അഹങ്കാരം ഉള്ളിലോട്ട് ഒതുങ്ങി, ആദ്യത്തെ പടി എന്നുള്ള രീതിയിൽ ഒതുങ്ങിയാൽ ഇങ്ങനെ തൊട്ടാൽ അറിയില്ല. കാരണം സെൻസേഷൻസ് വെളിയിൽ കിടക്കുന്നത് അതകത്തോട്ട്, ഈ പ്രാണൻ മറ്റേനകത്തൂടെ കയറി, ആ ചരടി കൂടെ കയറി. ഇതിൻ്റെ അടുത്ത ഘട്ടമാണ് പിന്നെ അധിഷ്ഠാനം വരുന്നത്. അതിൻ്റെ അടുത്ത ഇതാണ് മണിപൂരകം വരുന്നത്, മനസ്സ് നിറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ മനസ്സിൻ്റെ അഹങ്കാരം മാറി മനസ്സിൻ്റെ സ്വപ്നാവസ്ഥയിലായി. അടുത്ത പടി അഹങ്കാരം മാറി സ്വപ്നാവസ്ഥയിലായി. പിന്നെ മനസ്സിൻ്റെ ജാഗ്രതാവസ്ഥയിലായി. സുഷുപ്തി, സ്വപ്നം, ജാഗ്രത. പിന്നെ ജീവൻ്റെ സ്വപ്നം, ജീവൻ്റെ സുഷുപ്തി, ജീവൻ്റെ ജാഗ്രത ആണ് സൂപ്പർലൈറ്റീവ് ഡിഗ്രിയിൽ ഈശ്വറിൽ ചേർന്ന് നിൽക്കുന്നത്. ഈ 6 പടി അങ്ങനെയാണ് പോകുന്നത്. അത് 22-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരം ഉത്ഭവസ്ഥാനമായ മനസ്സിപ്പോൾ ലയിക്കുമ്പോൾ മൂലമായ ആധാരത്തിൽ ചേർന്നു. അവിടുന്ന് അധിഷ്ഠാനത്തിലോട്ട് കയറുന്നു. മനസ്സിൻ്റെ സ്വപ്നം, മനസ്സിൻ്റെ സുഷുപ്തി, അത് ജീവൻ്റെ സ്വപ്നം, ജീവൻ്റെ സുഷുപ്തി, ജീവൻ്റെ ജാഗ്രത. ഞാനത് തിയറി ഇങ്ങനെ പറയുന്നുവെങ്കിൽ ഞാൻ അനുഭവത്തിനില്ല. അഹങ്കാരം ഉത്ഭവസ്ഥാനത്തിൽ ലയിച്ചോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കിത് പറയാൻ അറിഞ്ഞുകൂടാ. ഐ എം ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, അറിഞ്ഞുകൂടാ. പക്ഷേ ഇതാണ് എൻ്റെ വഴി എന്നുള്ള വിവരം അറിയാം, മനസ്സിലായി, ഉറപ്പാണ്. അതായത് താങ്കൾ എന്നെ തുറന്നു, ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ സെൻസേഷൻ വെളിയിൽ കിടക്കുന്നു എന്നാണ്. അതെ, സത്യം. ഞാൻ ഈ അവസ്ഥയിലല്ല. ആ യോഗയുടെ അവസ്ഥയിലാണെങ്കിൽ ഇത് അറിയില്ല. കുഷ്ഠരോഗം വന്നാൽ എങ്ങനെയാണ്? ഒരു ഭാഗം മാത്രമാണ്. ഇത് അങ്ങനെയല്ല, മൊത്തമാണ്. ഈ വളഞ്ഞു പോയി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാണന്റെ ഫോഴ്സിനെ അങ്ങനെ വിടാതെ ഉള്ളിലേക്ക് കയറ്റി മെല്ലെ ഇത് വരും. അതെന്നറിയാമോ? ആൾ ഓൺ എ സഡൻ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. മെല്ലെ വലിച്ച് നിരന്തരം ചെയ്ത് രാഗദ്വേഷാദികൾ മുഴുവനും പൂർണ്ണമായിട്ട്, അഷ്ടരാഗങ്ങൾ മുഴുവൻ പൂർണ്ണമായി ചേർന്ന് വെളിയിലോട്ട് ഒരു കണക്ഷനും ഇല്ല എന്ന് വരുമ്പോൾ മാത്രമേ അകത്തോട്ട് പോകുന്ന ഒരു സെൻസേഷൻ കാണിക്കുകയുള്ളൂ. കേൾക്കാമല്ലോ? ഇത് കേൾക്കില്ല, ഒന്നും അറിയില്ല. കണ്ണ് കാണുന്നില്ല, ബ്രഹ്മമുട്ടത്തിനകത്ത് വയ്ക്കും.
പിന്നെ ചാമ്പ്രാണിച്ചേരി കത്തിച്ച് വെച്ചാലും വേറൊരു നാറ്റം വരുന്ന സാധനം കത്തിച്ച് വെച്ചാലും മൂക്കിൽ കൂടെ കയറില്ല. കാരണം ഇത് മൂക്കിൽ കൂടെ ഉള്ള വലി മാറി ഉള്ളിക്കൂടെ ആവുന്നു. അപ്പോഴും മാത്രമേ ഇത് വരുള്ളൂ. അപ്പോൾ അത് യാതൊരു ദ്വാരങ്ങളും പ്രവർത്തിക്കുന്നുള്ളൂ, അപ്പോഴേ പ്രവർത്തിക്കുന്നുള്ളൂ. മാത്രമല്ല പിന്നെ അപ്പോഴാണ് പ്രാണായാമം വരുന്നത്. ഇപ്പം നമ്മൾ ശ്വാസം കൊണ്ട് ഒരു അഭ്യാസം ചെയ്യുന്നു. ശ്വാസാഭ്യാസം ശ്വാസാഭ്യാസമാണ് പ്രാണവ്യായാമം എന്നേ പറയാം. അതേ ഉള്ളൂ. പക്ഷേ ഇത് കുറേ കഴിയുമ്പോൾ അകത്തോട്ട് വരണം. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള അതാണ്, സ്വാമി പറഞ്ഞിട്ടുള്ളത് ഇതാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. സ്പർശാൻ കൃത്വ ബഹിർബാഹ്യാം ചക്ഷുജ ഏവ അന്തരേ ഭ്രുവോ നാസ ആഭ്യന്തരചാരണോ പ്രാണ അപാനോ സമോ കൃത്വ. തങ്കനിരിക്കുന്നതും അധോഗതിയായി പുറമേ നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെ അപ്രകാരം പുറമേക്ക് വിടാതെ, ജീവനെ പുറമേക്ക് വിടാതെ, ശ്വാസത്തിനെ അല്ല തന്നെ ഉള്ളിൽ കൂടി മേലും കീഴും നടത്തി മേലെ ഇരിക്കുന്ന ബ്രഹ്മരന്ധ്രം തട്ടി തുറന്ന് ജീവനെ അതിൽ അടക്കി ഇരുത്താൻ പഠിക്കുന്നതാണ് സിദ്ധവിദ്യ. ദാറ്റ് ഈസ് വൈ സിദ്ധ വിദ്യാർത്ഥി. സ്വാമി പറഞ്ഞ സിദ്ധാശ്രമത്തിൽ 250 നിയമമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഒരു 100ാമത്തെ എങ്ങണ്ട ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്, ആരെങ്കിലും സമാജത്തിൽ വിദ്യ അഭ്യസിച്ച് എണിക്കാൻ വയ്യാതെ തോന്നി ഇരിക്കുകയാണെങ്കിൽ അവരെ ശല്യപ്പെടുത്തരുത്. അവർക്ക് എന്താണോ ആവശ്യം അത് അവരെ മുമ്പിൽ കൊടുക്കണം. പാല്, പഴം, വെള്ളം, ഒരു മൂത്രമൊഴിക്കാൻ പോയെങ്കിൽ പൊയ്ക്കോട്ടെ, വന്നും ഇരുന്നോളും. അതായത് പിന്നെ അവസ്ഥ മാറും. അവസ്ഥ മാറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഞാൻ ജായേന്ദ്രനെന്നും താങ്കൾ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. ആ അവസ്ഥ മാറും. ആ അവസ്ഥ മാറുമ്പോൾ ബാക്കിയുള്ളവർ ഇതിനനുസരിച്ച് എല്ലാ സൗകര്യവും ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റയറാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും കയറിയങ്ങ് വരില്ല. അത്രയ്ക്ക് മനസ്സ് ഒതുങ്ങിയിരുന്നാലേ വരുള്ളൂ. അത് സ്വാമി ശിവാനന്ദ മിശ്രയുടെ ശരീരം മുഴുക്കെ നല്ല ചുവപ്പ് നിറമെന്നാണ് പറയുന്നത്. അഭ്യാസത്തിൻ്റേതുകൊണ്ട് കുളിക്കാൻ പോകുമ്പോഴത്തേക്കും സ്വാമി ശിഷ്യന്മാരെല്ലാവരും കൂടെയാണ് വിളിച്ചുകൊണ്ട് പോയി കുളിക്കുന്നത്. കുളിക്കുമ്പോൾ പൃഷ്ഠം മാത്രം കറുപ്പ് നിറത്തിലായിരിക്കും. അതെന്താണ് ഇങ്ങനെയെന്ന് അവർ അച്ഛനാണോ അച്ഛ എന്താ അങ്ങനെയെന്ന് ചോദിക്കും. ജപിക്കാനിരിക്കുമ്പോൾ മാസങ്ങൾ കഴിഞ്ഞ് എണീക്കുള്ളൂ. അപ്പോൾ കൂട്ടത്തിലേക്കുന്ന തുണി പാറയിൽ ഒട്ടി അവിടുത്തെ തൊലി ഇളകിപ്പോവും. രണ്ടാമത് അടുത്ത തൊലി വരുന്നതാണ് ഈ കറുപ്പ് നിറമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര ദിവസം പാറയിൽ ഒട്ടണമെങ്കിൽ ആ തുണിയും ആളും ഒക്കെ പരസ്പരം അവരവരെ മറന്നല്ലേ ഇരിക്കുന്നത്. 100% വേർപ്പും എല്ലാം കൂടി ചേർന്ന് അങ്ങനെ ആവുള്ളൂ. എറിയാൻ നിത്യാനന്ദ സ്വാമിയെ കുറിച്ചും കേട്ടിട്ടുണ്ട്. നിത്യാനന്ദ സ്വാമിയെ ജപിക്കാൻ തോർത്ത് കൊടുത്തോണ്ട് ജപിക്കാനിരുന്നത് ഞാൻ എണീക്കുമ്പോൾ തോർത്തിൻ്റെ ഓരോ നൂലുകളായിട്ട് ഇളകി വരുമെന്നിട്ടുണ്ട്. ഒരു എക്സാജറേഷൻ ആയിരിക്കാം, പക്ഷെ എന്നാലും അത്രയും നാളിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും രത്നാകരൻ എന്ന് പറയുന്ന കള്ളൻ പിന്നെ വരാന്ന് പറഞ്ഞ് ഇരുന്ന് സപ്തർഷികൾ പുറ്റ് വന്ന് പിടിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം പോയി. അവസാനം എല്ലാം കഷ്ണം മാത്രമേ ഉള്ളൂ. അത് എത്ര മാസം എത്ര കാലം. അപ്പം നമുക്കത് വലിയ ഒരു മൺപുറ്റാവണമെങ്കിൽ എത്രമാത്രം സമയം. അപ്പം അത്രയും സമയം ഇരുന്നാലേ ഇതെത്തുള്ളൂ. അല്ലാതെ പിന്നെ 1 മണിക്കൂറോ 2 മണിക്കൂറോ 8 മണിക്കൂറോ ജപിച്ചെന്ന് പറഞ്ഞൊന്നും ആവുകയൊന്നുമില്ല. സംഭവിക്കില്ല. ഈ ആ യോഗ ശിവോപനിഷത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ചിത്തസ്യ തൈലധാരാവർത്തിത്വാത് അവിഛിന്നേത്. അൺഇൻറ്ററപ്റ്റഡായിട്ട് തൈലധാര പോലെ നിരന്തരം ജീവനുമായിട്ട് ബന്ധപ്പെട്ട് വരണം. സ യോഗോ യോഗികൈ സ്മൃതാന്ന്. അല്ലാതെ ഒരു പടി കിട്ടുവാണെങ്കിൽ എളുപ്പമില്ലേ. പിന്നെ ഇതാണ് ഭാരതീയ തത്വരഹസ്യം. ഇതാണ് അത് നമ്മൾ മനസ്സിലാക്കണം. ഈ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാനും ഗുരുപദാന്തേ വജിപ്പവന് മുക്തിക്ക് തക്കൊരു ഉപദേശം തരും ജനനം അറ്റിയിടുമെന്നവരും നാരായണ. തത്വം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മത്തിൻ്റെ പൊരുൾ അറിയാൻ ഗുരുപദാന്തേ എന്ന് പറഞ്ഞാൽ ഗുരു എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. പരമാവിൻ്റെ അറ്റത്ത് ബ്രഹ്മത്തിൽ ചെന്ന് ഭജിപ്പവന്
മുക്തിക്ക് തക്ക ഒരു ഉപദേശം, മോക്ഷത്തിന് തക്കമുള്ള ഒരു സമീപ സ്ഥാനം കാണിച്ചു തരുമെന്നാണ്. ഉപദേശം എന്ന് പറഞ്ഞാൽ അഡ്വൈസ് അല്ല, നീ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോകുന്നുള്ളതല്ല, ഉപദേശം സമീപ സ്ഥാനം കാണിച്ചു തരും. ജനനം അറ്റിയോട് വന്നവന് നേരം ഇങ്ങോട്ട് ജനനം ഇല്ല, അത്തോട്ടം ആയി കഴിഞ്ഞു എന്നാണ് സത്യം. അപ്പോൾ അത് വരണം അതേ ഉള്ളൂ. ഈ ദർശനങ്ങൾ അങ്ങനെയാണ് സത്യം. പിന്നെ നമ്മൾ പിന്നെ കിട്ടിയ സാധനം മുതലാക്കാതെ നഷ്ടപ്പെടുത്താതെ സസ്യാഹാരവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചിട്ടയോട് കൂടിയൊക്കെ പാലിച്ച് ഇങ്ങനെ പോകുന്നത് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഏകാന്ത യോഗികളിൽ ആകാംക്ഷ പൂണ്ട് പരം ഏകാന്തമെന്ന വഴി പോകുന്നതിൻ മനമും കാകൻ പറന്ന് പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണ നമ. കാക്ക പറന്നു പോകുമ്പോൾ എവിടെയെങ്കിലും തീയും വെളിച്ചവും പോയേക്കുണ്ടെങ്കിൽ താഴെ ഇറങ്ങി നോക്കും, കഴിച്ചിട്ടേ വിടക്കെല്ലാം കഴിച്ചിട്ടേ പോവുകയുള്ളൂ. അരയന്നങ്ങൾ ഏറ്റവും മോളിൽ കൂടെ പറക്കും, അതിനൊരു ഡെസ്റ്റിനി ഉണ്ട്, അവിടെ ഇറങ്ങുള്ളൂ. യോഗികൾ അങ്ങനെയാണ് പോയതെന്നാണ്. ഏകാന്ത യോഗികളിൽ ആകാംക്ഷ കൊണ്ട് പരം ഏകാന്തമെന്ന വഴി പോകുന്ന മനമും കാകൻ പറന്ന് പുനരന്നങ്ങൾ പോയ വഴി. അന്നങ്ങൾ എന്ന് പറഞ്ഞാൽ യോഗികളാണ്, അവർ പോയി. അതിൻ്റെ പുറകെ ഞാൻ കാക്കയെ പോലെയാണ് പറക്കുന്നതെന്നാണ്. നമ്മളെ ലക്ഷ്യം കൊള്ളാം, പക്ഷേ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കുറേശ്ശെ പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ജന്മവാസന വേണം. ജന്മവാസനയോടെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വെജിറ്റേറിയനാണ്, ലൈല സാധനം ഉപയോഗിക്കുന്നില്ല, മര്യാദയിൽ കഴിയുന്നു, ഒരു വിധമൊക്കെ നമ്മൾ അനുഷ്ഠിച്ച് പോകുന്നു, ആ ചെയ്യുന്ന പ്രവൃത്തികളുടെ ശമ്പളമേ കിട്ടുള്ളൂ. അല്ലാതെ പിന്നെ സിദ്ധി വേണം, അല്ലെങ്കിൽ ശരിക്കൊരു സമാധി അവസ്ഥ വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവൃത്തി ചെയ്യണം, ചെയ്താലേ ഒക്കുള്ളൂ. ഇങ്ങനെ അത് കൊണ്ടുപോകേണ്ടത്. ഇത് ജനറലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, കാരണം ഇന്ന് ശരിക്ക് നമ്മളെ ഒരു ആശ്രമ ജീവിതം നയിക്കുന്നവർക്ക് അങ്ങയുടെ വാക്കുകൾ, അങ്ങനെ ഇത്രയും സമയം സംസാരിച്ച വാക്കുകൾ ഒരുപാട് ജ്ഞാനം. കാരണം ഞാൻ പല കാര്യങ്ങളും അങ്ങേന്ന് ശ്രമിക്കാൻ പറ്റിയ പണ്ട് ഭഗവാൻ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇടയ്ക്ക് സംശയം പോലെ അങ്ങോട്ട് ചോദിച്ചത്. അപ്പോൾ ഇത് ശരിക്കും ഇന്ന് നവദോരങ്ങളെക്കുറിച്ച് പോലും അറിഞ്ഞിടാത്ത ആചാര്യന്മാരും പഠിപ്പിക്കുന്ന യോഗി വര്യന്മാരും ഒക്കെ ഉള്ള നാടാണ്. ഇത് പഠിച്ചിട്ടാണ് പലരും വഴിതെറ്റി പല വഴിക്ക് പോണേ. അങ്ങനെ അപ്പോൾ ഈ ശരിക്ക് സ്വാമി തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഒന്നാണ് ഇന്നിപ്പോൾ അങ്ങ് ഈസി ആയിട്ട് പറഞ്ഞു പോയത്. ശരിക്ക് നവദോരങ്ങളിൽ പെടുന്നതല്ല മലദോരവും മൂത്രദോരവും, ഒരിക്കലും അല്ല. അപ്പോൾ അതിനെ 9 നവദോരങ്ങളിൽ 2 പെടുത്തി കൊണ്ടാണ് പോയിക്കണേ. 9 ദോരങ്ങൾ ശിരസിൽ തന്നെയാണ്. അതിൽ 2 ദോരങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം. ആ 2 ദോരങ്ങളെയാണ് ചുമ്മാ വേസ്റ്റായിട്ട് ആക്കി വെച്ചിരിക്കുന്നത്. ആ 2 ദോരങ്ങളാണ് എല്ലാം. അതാണ് യോഗിക്ക് വേണ്ട 2 സാധനങ്ങൾ. ഞാൻ കുറേ ഈ സിദ്ധവിദ്യ വാങ്ങിയതിന് ശേഷം കുറേ ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ആദറെന്ന് പറഞ്ഞ് വായിക്കേണ്ട ബുക്കുകളിലെല്ലാം അവർക്ക് ആത്മീയമായ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ്. ഇൻ്റലക്ച്വൽ എക്സ്പീരിയൻസ് ഉണ്ട്. സംസ്കൃതത്തിൽ പഠിച്ചു കാണും, സംസ്കൃത മൂലങ്ങളൊക്കെ വായിച്ചു കാണും. ചെയ്ത് അവർക്ക് അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, അയ്യോ ഇത് ശരിയല്ലല്ലോ, അവിടെ എത്തിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെ ആളുടെ പേര് പറയാൻ മടിയുണ്ട്. വലിയ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ പോലും അനുഭവമില്ലാത്തവരാണ്. അതേസമയം സ്വാമി ബുക്കൊന്നും എഴുതിയില്ലെങ്കിലും സ്വാമി പറഞ്ഞിട്ടുള്ള വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അത് അനുഭവസ്ഥൻ്റെയാണ്. സ്വാമിയുടെ ബുക്കുകളാണ് അങ്ങേ പോലെ ഓരോരുത്തരും. അത് അനുഭവമാണ്, സത്യം. അതേപോലെയാണ് അതിനകത്തുള്ളത്. സ്വാമിയും സിദ്ധവേദം മാത്രമേ ഒരു ബുക്കായിട്ട് പ്രധാനമായിട്ട് എഴുതിയിട്ടുള്ളൂ. ലൈഫ് ഹിസ്റ്ററി അല്ല, പിന്നെ ഹിസ്റ്ററി ഓഫ് ലൈഫ് എന്നാണ് സ്വാമി പറഞ്ഞിട്ടുള്ളത്. ജീവനെ മാത്രമുള്ളത് നമ്മുടെ ജീവചരിത്രമല്ല എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ തന്നെയാണ്. വേറെ ഒന്നും അതിനകത്ത് വന്നിട്ടില്ല. ഒരു സംസ്കൃത വാക്ക് അതിനകത്ത് എഴുതിയിട്ടില്ല. സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം ഞങ്ങളെ ഭഗവാന്റെ നാമധേയത്തിലുള്ള ഈ ചാനലിൽ വന്ന് നമ്മളെ പറ്റരെന്ന് പറയുമ്പം ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളാണ്. ഒന്നും ശരിക്കും പറഞ്ഞാൽ അജ്ഞരാണ്. ഒന്നും അറിയാത്ത ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അങ്ങ് ഇത്രയും സമയം ചെലവഴിച്ച് വന്ന് പറഞ്ഞതിന് ഭഗവാന്റെ നാമധേയത്തിൽ
നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അപ്പുസ്വാമി നിങ്ങൾ ചിന്താലേശൻ എന്ന് പറയുമെങ്കിൽ തന്നെയും ഞങ്ങളെ സംബന്ധിച്ചോളം ആ പഴയ അപ്പുസ്വാമി തന്നെ നമ്മൾ നിൽക്കും. പിന്നെ ബോധമുള്ളിടത്തോളം കാലം അപ്പുസ്വാമിയെ മറക്കാൻ പറ്റില്ല. കാര്യം ഈ ജന്മത്തിൽ പിന്നെ ഞാൻ കണ്ടിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ആളുകളിൽ ഒരാൾ. പിന്നെ ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സ്വാമിയുടെ മടിയിൽ കിടന്ന് വളർന്ന ലാളനേറ്റ ആളാണ് അപ്പുസ്വാമി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരത് ഞാൻ അങ്ങനെ സത്യമേ പറയുള്ളൂ എന്നുള്ളത് എൻ്റെ മക്കൾക്ക് അറിയാമല്ലോ. അവരത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം എന്നും ബോധമുള്ളിടത്തോളം കാലം സ്വാമിയുടെ ഓർമ്മ, സ്വാമിയുടെ പ്രവൃത്തികൾ, സ്വാമിയുടെ കൂടെ ഉള്ളവരുമായിട്ടുള്ള സഹകരണം. ഇപ്പോഴും ആ നെയ്യാറ്റിൻകരയുള്ള അനിൽ സ്വാമി അദ്ദേഹത്തിൻ്റെ കൊച്ചച്ഛൻ്റെയും പിന്നെ അച്ഛൻ്റെയും സമാധി ഞാൻ കൂടെ ചെന്നിരുന്നാണ് അടക്കം ചെയ്യാനൊക്കെ സഹായിച്ചത്. അപ്പോൾ അതിനൊക്കെ പ്രസ്ഥാനത്തിൽ ഞാൻ കൂടെ എപ്പോഴും കാണും. വളരെ സന്തോഷമുണ്ട് കാര്യം. ശരി, നമസ്കാരം.